കയ്യിലെ വാച്ചിൽ നോക്കിക്കൊണ്ട് ഫാദർ ആരെയോ കാത്തിരിക്കും പോലെ ഗേറ്റിലേക്ക് നോക്കിക്കൊണ്ട് കോമ്പൗണ്ടിനെ ചുറ്റും നടന്നു. ഞാനൊന്ന് ലൈബ്രറി വരെ പോയി വരാം, നിങ്ങൾ ക്യാൻറ്റീനിലോട്ട് ചെല്ല്. പിന്നെ എൻ്റെ പരിപ്പ് വടയും ചായയും ഞാൻ വന്നിട്ട് ഓർഡർ ചെയ്തോളാം. ഫ്രീ ടൈം ബാഗിൽ കിടന്ന ലൈബ്രറിയിലെ ബുക്ക് എടുത്തുകൊണ്ട് നന്ദു ക്ലാസ്സിൽ നിന്നിറങ്ങി. നടക്കുന്നതിനിടയിൽ സ്റ്റാഫ് റൂമിലോട്ട് ശ്രദ്ധിച്ചെങ്കിലും മാധവിനെവിടെ കണ്ടില്ല. മനസ്സിൽ നേർത്തൊരു അങ്കലാപ്പ് തോന്നിയെങ്കിലും കോളേജിലെ 4 ഭാഗത്തേക്കും അവളുടെ കണ്ണുകൾ ഓടി നടന്നു. ലൈബ്രറിയിലെ ബുക്ക് ശങ്കരേട്ടൻ്റെ അടുത്ത് ഏൽപ്പിച്ചു. ഇന്ന് എന്തു പറ്റി? മുഖത്ത് ഉഷാറില്ലല്ലോ നന്ദുമോളെ. നേരിയൊരു ചിരി മറുപടി നൽകിക്കൊണ്ടവൾ അവിടെ നിന്നിറങ്ങി ക്യാൻറ്റീനിലേക്ക് നടന്നു കയറി. പതിവ് സീറ്റിലിരുന്ന് കരയുന്ന നീതുവിനെ സമാധാനിപ്പിക്കുന്ന മാധവിനെയും ചുറ്റും കൂടി നിൽക്കുന്ന കുട്ടികളെയും കണ്ട് ഒരു പതർച്ചയോടെ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അടുത്തിരുന്നു. എന്താടാ, എന്തു പറ്റി? നീ എന്തിനാ കരയുന്നേ? നീതുവിൽ നിന്ന് മറുപടിയില്ലെന്ന് കണ്ട് അവൾ അനന്തുവിലേക്ക് തിരിഞ്ഞു. നീയെങ്കിലും പറടാ കോപ്പെ, എന്താ പറ്റിയത്? നന്ദു അവൻ ആകിൽ. ഒരു നിമിഷം അവളുടെ ഭാവം മാറി. പിന്തിരിഞ്ഞ് നടക്കാനോങ്ങിയതും മാധവ് അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി തലയാട്ടിക്കൊണ്ട് വേണ്ട എന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ കൈ തട്ടിത്തെറിപ്പിച്ച് മുന്നിൽ കിടന്ന കസേര കാലുകൊണ്ട് തട്ടിയെറിഞ്ഞവൾ നിലത്തെ മെതിച്ചുകൊണ്ട് കോളേജിന് പുറത്തോട്ടിറങ്ങി. നന്ദു ഒരു നോട്ടം മറുപടി നൽകി അവൾ ദൃഷ്ടി വിദൂരതയിലേക്ക് എറിഞ്ഞു. നന്ദു എടുത്തുചാട്ടം അത് നന്നല്ല. അവളോട് കാര്യങ്ങൾ ചോദിച്ചറിയാതെ ഒന്നിന് രണ്ടാമത്തേത് തല്ലാണോ? സർ ഉപദേശിക്കാൻ വന്നതായിരിക്കും അല്ലേ? നന്ദു ചുമ്മാ ദേഷ്യം പിടിപ്പിക്കല്ലേ. ചെന്നവളോട് കാര്യം തിരക്ക്. എന്നിട്ട് അതിൽ തെറ്റ് കാണുന്നുണ്ടെങ്കിൽ നിന്റെ കൂടെ ഞാനും നിൽക്കാം. ഓ വേണമെന്നില്ല, ഇത്രകാലം ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. മര്യാദക്ക് ക്ലാസ്സിൽ പോടി. ഈ ഹവർ എൻ്റെ ക്ലാസ്സാണ്. എന്നാൽ താൻ പോടോ. ഇതിപ്പോൾ ഞാനായോ കുറ്റക്കാരൻ? എന്നോട് ദേഷ്യം കാണിക്കുന്നു. സാറ് മര്യാദയ്ക്ക് ചെന്നേ. ഞാൻ ക്ലാസ്സിലേക്കില്ല. കീശയിൽ കിടന്ന് ചാവിയെടുത്ത് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പിന്നോട്ടെടുത്തു. നന്ദു പറയുന്നത് കേൾക്ക്. അവൻ്റെ വാക്ക് കേൾക്കാത്ത പോലെ ബൈക്കുമായി അവൾ ഗേറ്റ് കടന്ന് നീങ്ങി. പിന്നാലെ ഒരു ബ്ലാക്ക് ഇന്നോവ കോളേജിലെ ഗേറ്റ് കടന്ന് അകത്തോട്ട് കയറിപ്പോയി. അർജുൻ, അവൾ എന്നെ മനസ്സിലാക്കും, എൻ്റെ കൂടെ നിൽക്കും. അഖിൽ, നീ നീതുവിനെ കൂടെ കൂട്ടാൻ നിന്നാൽ നന്ദു ചുമ്മായിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവനൊന്ന് പുഞ്ചിരിച്ചു. ഞാൻ അവളുടെ അടുത്ത് പോയത് പണ്ട് നന്ദുവിനോടുള്ള ദേഷ്യത്തിൽ അവളോട് പ്രേമം നടിച്ച് നടന്ന അഖിലായിട്ടല്ല. ഒരു സൗഹൃദം, ബെസ്റ്റ്. നിന്നെ വെറുക്കുന്നവരുടെ അടുത്ത് ചെന്ന് തന്നെ സൗഹൃദം സ്ഥാപിക്കുന്നു. നടക്കുന്ന കാര്യം വല്ലതും പറ അഖിൽ. ഇന്ന് നീ പോയതിനുള്ള അടി എപ്പോൾ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഓ ആയിക്കോട്ടെ, ഞാൻ സഹിച്ചോളാം. എന്തായാലും ഇപ്പോൾ ഇത് എൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് എനിക്ക് സൗഹൃദം സ്ഥാപിക്കാതെ പറ്റില്ല. അർജുൻ, ചില ലക്ഷ്യങ്ങളുണ്ട്. അതിൻ്റെ അവസാനം നിന്റെ കയ്യിൽ നീ ആഗ്രഹിക്കുന്ന നന്ദുവിൻ്റെ കൈ വെച്ചു തരും ഞങ്ങൾ. നീ നോക്കിക്കോ. അത് നടക്കില്ല അഖിൽ. നന്ദു അവൾക്കൊരിക്കലും എന്നെ സ്നേഹിക്കാനോ അംഗീകരിക്കാനോ കഴിയില്ല. അതൊക്കെ നിന്റെ തോന്നലാണ്. ഏതൊരു പെണ്ണിനും പിന്നാലെ നടക്കുന്ന ആൺപിള്ളേരോട് ചെറുതായിട്ടെങ്കിലും ഇഷ്ടം തോന്നാതിരിക്കില്ല. പിന്നെ ആൺപിള്ളേരെ പിന്നാലെ നടത്തുന്നത് പെട്ടെന്നങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. നീ മറ്റു പെൺകുട്ടികളെ പോലെ നന്ദുവിനെ കാണേണ്ട. അവളുടെ എല്ലിൻ്റെ എണ്ണം ഒന്ന് കൂടുതലാണ്, വെട്ടിമാറ്റണം. അത് കഴിഞ്ഞ് ബാക്കി പണി. അതും പറഞ്ഞുകൊണ്ട് അഖിൽ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. നന്ദു അർജുനുള്ളതാണ്. അത് ഞാൻ സാധിപ്പിച്ചു തരും. എങ്കിൽ അതിനു മുമ്പ് നീ ഒരാളെ കൊല്ലേണ്ടി വരും. അവൻ സംശയദൃഷ്ടിയോടെ അർജുനെ നോക്കി. മാധവൻ സാറോ? ഒരു ഞെട്ടൽ സ്വരത്തിൽ ചോദിച്ചുകൊണ്ടവൻ അവിടെ തന്നെ ഇരുന്നു. എഗെയിൻ വെൽക്കം അവർ കോളേജ് മിസ്സിസ് ആശാചന്ദ്രൻ. താങ്ക് യു ഫാദർ. മിസ് കോളേജൊക്കെ ഒന്ന് കണ്ടോളൂ. താമസിക്കാൻ അടുത്തൊരു റൂമൊക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട്. ലൈബ്രറിയിലെ ശങ്കരൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞാൽ മതി, അയാൾ റൂമിനടുത്ത് കൊണ്ടുവിട്ടോളും. ഓക്കെ ഫാദർ. മടിയിൽ കിടന്ന ബാഗ് എടുത്ത് തോളിലിട്ടുകൊണ്ട് ഫാദറിനെ നന്ദി പറഞ്ഞവൾ ഓഫീസിൻ്റെ പുറത്തോട്ടിറങ്ങി. സ്റ്റാഫ് റൂമിലോട്ട് നീങ്ങുന്നതിനിടയിൽ കോളേജിൻ്റെ ഓരോ മുക്കും മൂലയിലും അവളുടെ ദൃഷ്ടി പതിഞ്ഞു. പലരുടെയും മുഖത്ത് ആദ്യമായി കാണുന്ന ആശങ്കയുടെ ചെറുനിഴൽ തെളിഞ്ഞു വരുന്നത് അവൾ അറിഞ്ഞു. ലൈബ്രറിയിൽ കയറി ശങ്കരേട്ടനോട് പറഞ്ഞ് റൂമിലോട്ട് തിരിച്ചു. നിർത്താതെയുള്ള ഫോൺ റിങ് കേട്ട് നന്ദു ഉറക്കച്ചുവയോടെ തല ഉയർത്തി. തലയിണക്കടിയിൽ കിടന്ന ഫോൺ എടുത്തു നോക്കി. സേവല്ലാത്ത നമ്പർ കണ്ടവൾ ചെറു സംശയത്തോടെ എടുക്കാൻ തുനിഞ്ഞതും പെട്ടെന്ന് കട്ടായി.
ഫോൺ സൈലന്റ് ചെയ്ത് അവൾ മുഖം തലയിണയിലേക്ക് അമർത്തി. ഫോണിൽ പലതവണ ആ നമ്പർ തെളിഞ്ഞു വന്നു. കാലത്ത് കോളേജിലോട്ട് ഇറങ്ങാൻ നേരത്താണ് അവൾ ഫോണിലെ മിസ് കോൾ ശ്രദ്ധിച്ചത്. ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചെങ്കിലും സ്വിച്ച് ഓഫ് എന്ന് അറിഞ്ഞതോടെ കട്ട് ചെയ്ത് കീശയിലോട്ടിട്ട് വണ്ടിയിലോട്ട് കയറി. നീതു പ്ലീസ്, ഞാൻ നിന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. അത് കേട്ടതും അവളൊന്ന് പുച്ഛിച്ചു. എനിക്കറിയാം എനിക്കതിന് അർഹതയില്ലെന്ന്. നന്ദുവിനോട് തോന്നിയ ദേഷ്യം പലപ്പോഴും ഞാൻ നിന്നിലാണ് തീർത്തിട്ടുള്ളത്. പക്ഷെ അതൊരിക്കലും നിന്നോടുള്ള ദേഷ്യമോ വാശിയോ അല്ല. എനിക്ക് തന്നെ മതി. ഗൗരവം നിറഞ്ഞ ഭാവത്തോടെ അവൾ കൈകാട്ടി. സ്വയം ജയിക്കാൻ വേണ്ടി മറ്റുള്ളവരെ കരുവാക്കുന്ന തന്നെപ്പോലെയുള്ളവന്മാരോട് എനിക്ക് വെറുപ്പാണ്, അറപ്പാണ്. നീ നിന്റെ വിജയത്തിന് വേണ്ടി എന്നെ ബലിയാടാക്കുമ്പോൾ എന്തെങ്കിലും എൻ്റെ ഫീലിങ്സ് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാനൊരു പെണ്ണാണ്. സഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്നവൾ എന്ന് കരുതി എന്തിനും ഏതിനുമുള്ള പാവയാക്കരുത്. പെട്ടെന്നവൻ തല താഴ്ത്തി ക്ഷമയുടെ അതിരുകടന്നാൽ പ്രതികരിച്ചെന്ന് വരും. ഇനി നീ എൻ്റെ മുന്നിൽ വരരുത്. നിന്റെ നിഴലിനെ പോലും വെറുത്തവളാണ് ഞാൻ. നിന്നോട് സംസാരിക്കുന്ന ഈ നിമിഷം പോലും വെറുക്കുന്നവൾ. നിന്നോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഈ അഖിലിൻ്റെ മനസ്സിലെ നീതുവിനോടുള്ള പ്രണയം ദേഷ്യമായി പുറത്തു വന്നിട്ടുള്ളത് നന്ദു കാരണം മാത്രമാണ്. അതിന് മറുപടിയായി തറപ്പിച്ചൊരു നോട്ടം നോക്കി കൂടുതൽ കേൾക്കാൻ നിൽക്കാതെ അവനെയും മറികടന്നുകൊണ്ടവൾ നടന്നു നീങ്ങി. ഓഫീസിൽ ഒപ്പിട്ട് ഇറങ്ങുന്നതിനിടയിലാണ് ആശയുടെ ഫോൺ റിംഗ് ചെയ്തത്. സ്ക്രീനിൽ തെളിഞ്ഞു വന്ന പേര് കണ്ടതും അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഗുഡ് മോർണിംഗ് മിസ്. ഇടയിൽ കയറി വന്ന കുട്ടികൾ മിസ്സിനെ കണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞതും ചെവിയിൽ നിന്ന് ഫോൺ എടുത്തു മാറ്റിക്കൊണ്ട് ഗുഡ് മോർണിംഗ് തിരിച്ചു പറഞ്ഞു. ഞാൻ ക്ലാസ്സിലോട്ട് പോവുകയാണ്, വൈകിട്ട് വിളിക്കാം. അത് പറഞ്ഞുകൊണ്ടവൾ ആ കോൾ കട്ട് ചെയ്തു. ഇതെന്തു പറ്റി അഖിലെ? മുഖം വാടിത്തളർന്ന ചെമ്പരത്തിപ്പൂ പോലെ. നീതുവിൻ്റെ കയ്യിൽ നിന്ന് കർണ നോക്കി തന്നെ കിട്ടിയോ? വല്ല കാര്യവും ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞതല്ലേ അവൾക്ക് നിന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന്. അർജുൻ്റെ വാക്കുകൾ കേൾക്കാത്ത പോലെ അവൻ പിൻസീറ്റിൽ ചെന്നിരുന്നു. ഡാ, എന്തു പറ്റി? അർജുൻ അവൻ്റെ കയ്യിൽ പിടിച്ചു കുലുക്കി. ഞാൻ അത്രയ്ക്ക് മോശമാണോടാ? ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അഖിലിൻ്റെ ചോദ്യം കേട്ട് അവനൊന്ന് നോക്കി. അതിന് നീ എപ്പോഴാ നന്നായത്? പെട്ടെന്ന് അടുത്തിരിക്കുന്നവൻ്റെ വായിൽ നിന്ന് കമൻ്റ് വന്നതും ഒരു നോട്ടത്തോടെ കയ്യിൽ കെട്ടിയ ബുക്ക് ചുരുട്ടി അവൻ്റെ തലപിടിച്ച് താഴ്ത്തി പുറത്തടിച്ചു. തല്ലാതിട പട്ടി, സത്യം പറഞ്ഞതല്ലേ? നീ ഇനി സത്യം പറഞ്ഞാൽ നിന്റെ തലമണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും. അതും പറഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റി അവൻ ഇരുന്നു. എന്താടാ പ്രശ്നം? അവന് ഭ്രാന്താടാ. അതുകൂടി കേട്ടതും കയ്യിലെ ബുക്ക് അവൻ്റെ ദേഹത്തോട്ടെറിഞ്ഞു. നീ കാര്യം പറയടാ. അവൾക്ക് എന്നെ വെറുപ്പാണ് പോലും. ഇന്നാദ്യമായി അവൾ എന്നോട് തുറന്നടിച്ച പോലെ സംസാരിച്ചു. ഇതവൾ പണ്ടേ ചെയ്യേണ്ടതായിരുന്നു. പോടാ, എനിക്കവളെ പണ്ടേ ഇഷ്ടമാണ്. അതേ ദേഷ്യമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ, നിന്റെ നന്ദു. അവനൊന്ന് ഇരുത്തിമൂളി. സത്യത്തിൽ എൻ്റെ കാര്യം ഓക്കെ ആക്കാനാണോ അതോ നിന്റെ കാര്യം ഓക്കെ ആക്കാനാണോ നീ പോയത്? ഇനി നിന്റെ കാര്യം ഓക്കെ ആയില്ലേലും എൻ്റെ കാര്യം ഓക്കെ ആയാൽ മതിയായിരുന്നു. ബെസ്റ്റ്. എന്നെ സമാധാനിപ്പിച്ച് അവളെ നിന്റെ കയ്യിലോട്ട് വെച്ചു തരുമെന്ന് പറഞ്ഞ നീ തന്നെ ഇത് പറയണം. ഇനി എന്തായാലും എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്തൊക്കെയോ ഉറപ്പിച്ച പോലെ അർജുൻ പറഞ്ഞു നിർത്തി. സ്റ്റാഫ് റൂമിൽ നിന്നിറങ്ങി ക്ലാസ്സിലോട്ട് നടക്കുന്നതിനിടയിലാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലെ മാധവിൻ്റെ മുന്നിൽ ആശ പ്രത്യക്ഷപ്പെട്ടത്. ഗുഡ് മോർണിംഗ്. അവളെ കണ്ടതും കണ്ടുമറന്ന മുഖങ്ങളിൽ എവിടെയോ ഒരു സംശയത്തിൻ്റെ നേൽ ഉദിച്ചു വന്നു. ഗുഡ് മോർണിംഗ് സർ. വീണ്ടും അവൾ ഗുഡ് മോർണിംഗ് പറഞ്ഞതും ചിന്ത വിട്ടിറങ്ങി ഒരു നേർത്ത പുഞ്ചിരിയിൽ മോർണിംഗ് തിരിച്ചു പറഞ്ഞു. ഞാൻ ആശ, പുതുതായി ജോയിൻ. ഓ സോറി. പെട്ടെന്ന് കണ്ടപ്പോൾ ആരാണെന്ന് മനസ്സിലായില്ല. എവിടെയോ കണ്ടുമറന്നതുപോലെ. ആഹാ, അങ്ങനെ തോന്നിയോ? എനിവേ ഐ ആം മാധവ്. ഡി, നീ ഇതൊന്ന് പറഞ്ഞു താ. ദേ അനന്തു, കുറെ നേരമായല്ലോ പറഞ്ഞു താന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആദ്യം കാര്യം പറഞ്ഞു തുലക്ക്. കയ്യിലെ കടലമണി വായിലേക്ക് എറിഞ്ഞുകൊണ്ടവൾ വിദൂരതയിലേക്ക് കണ്ണെറിഞ്ഞു. അത് പിന്നെ ഒന്ന് പോടാ, മനുഷ്യനെ ഭ്രാന്താക്കാതെ. കയ്യിലെ കടലാസ് ചുരുട്ടിയെറിഞ്ഞ് എണീറ്റ് പോവാനൊരുങ്ങിയതും അനന്ത് കയ്യിൽ പിടിച്ചിരുത്തി. അതല്ലടി. അത് കേട്ടതും നന്ദു ദഹിപ്പിച്ചൊരു നോട്ടം നോക്കിയതും അവൻ തല താഴ്ത്തി പറഞ്ഞു തുലക്ക് കോപ്പേ. ഡി, ഈ പ്രഗ്നൻ്റ് ടെസ്റ്റ് നടത്തുന്നത് പീരിയഡ് ഡേറ്റ് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞാ? അവൻ്റെ വാക്ക് കേട്ടതും വായിലെ കടല തൊണ്ടയിൽ കുടുങ്ങിയ പോലെ അവൾ സ്റ്റക്കായി. എങ്ങനെയോ പറഞ്ഞൊപ്പിച്ച ചമ്മൽ നന്ദുവിൻ്റെ മുഖത്തും പ്രതിഫലിച്ചു നിന്നു. മറ്റേതോ ലോകത്തെന്ന പോലെ ഇതൊന്നും കേൾക്കാതെ നീതു വിദൂരതയിൽ നോക്കിക്കൊണ്ടിരുന്നു. ഡാ നീ. ഞെട്ടലോടെയും അതിലുപരി ആകാംക്ഷയോടെയുള്ള നന്ദുവിൻ്റെ വിളി കേട്ടതും അനന്തു ചമ്മലോടെ കണ്ണിറുക്കി. ഡി, ഇവൻ പണി പറ്റിച്ചൂട്ടോ. നീതുവിനെ തട്ടി വിളിച്ചുകൊണ്ടവൾ ഇരുന്നിടത്ത് നിന്ന് എണീറ്റു. ഡി, പതുക്കെ, മറ്റുള്ളവർ കേൾക്കും. കൺഫേം ചെയ്തിട്ടില്ല.
ഒരു ഡൗട്ട്. ഓ, ഞാൻ പറയുന്നതാണ് കുഴപ്പം നിനക്ക്. മതി മതി എൻ്റെ നന്ദു. അവൻ ഇരുകയ്യും കൂപ്പി നിന്ന് ഇനിയുള്ളത് താങ്ങാൻ പറ്റുന്നതാവില്ലെന്നറിയാം. ഓ, ഞാനൊന്നും പറയുന്നില്ല. പിന്നെ നിനക്ക് ഈ കാര്യം പറയാൻ ഇത്രയ്ക്ക് ബിൽഡപ്പ് വേണ്ടായിരുന്നു. വേണ്ടിയിരുന്നില്ല, പക്ഷെ പറയുന്നത് നിന്നോടല്ലേ, അതാണ് ഞാൻ വീണ്ടും കണ്ണിറുക്കി. വേണ്ട, ഇങ്ങോട്ട് തള്ളണ്ട. അല്ല, ഇവൾക്കിത് എന്തു പറ്റി ആവോ? എനിക്കറിയില്ല. ഡി നീതു, എന്തു പറ്റി? എന്താ ഇവിടെ ആർക്കും ക്ലാസ്സിൽ കയറാനായില്ലേ? വായിലുള്ളത് കേട്ടാലേ കയറൂ എന്നാണോ? ഫാദറിൻ്റെ ശബ്ദം കേട്ടതും തൽക്ഷണം അവിടെ വാങ്ങി ശൂന്യമായി. മിസ് ക്ലാസ് എടുക്കുന്നതിനിടയിൽ നന്ദു നീതുവിനോട് കാര്യം തിരക്കിയെങ്കിലും ഒന്നുമില്ലെന്ന മറുപടിയിൽ അവൾ ആ ചോദ്യം ഒതുക്കി നിർത്തുമ്പോഴും നന്ദുവിൻ്റെ ചിന്തകൾ പല വഴികളിലൂടെയും സഞ്ചരിച്ചു തുടങ്ങിയിരുന്നു. ക്ലാസ്സിൽ ഉയർന്നു വന്ന ഫോൺ റിങ്ങാണ് സാർ അടക്കമുള്ള ക്ലാസ്സിലെ എല്ലാവരുടെയും ദൃഷ്ടി അർജുനിലേക്ക് എത്താൻ പ്രേരിപ്പിച്ചത്. സർ എഴുന്നേൽക്കാൻ പറയുന്നതിന് മുമ്പേ എണീറ്റുകൊണ്ട് അവൻ ആ കോൾ കട്ട് ചെയ്യാൻ ശ്രമം നടത്തി തുടങ്ങിയിരുന്നു. ഗെറ്റ് ഔട്ട്. കൂടുതൽ പറയാൻ നിൽക്കാതെ അയാളിൽ നിന്നും പുറത്തു പോവാനുള്ള ഉത്തരവ് വന്നതും ഞാനിതെത്ര കണ്ടതാ എന്ന ഭാവത്തിൽ അവൻ ആ രംഗം വിട്ടു. ബൈക്കിനടുത്ത് വന്ന് പാൻറ് കീശയിൽ നിന്ന് ഗോൾഡ് എടുത്ത് ചുണ്ടിൽ വെച്ചു. പുകക്കാൻ തുനിഞ്ഞതും ഫോൺ വീണ്ടും നിലവിളി ഉതിർത്തു. പുകച്ചുകൊണ്ട കോൾ അവൻ അറ്റൻഡ് ചെയ്തു. ഒരു ഞെട്ടലെന്ന പോലെ ആ കോൾ കട്ട് ചെയ്ത് കയ്യിലെ സിഗരറ്റ് വലിച്ചെറിഞ്ഞുകൊണ്ട് ബൈക്കുമായി ചീറിപ്പായുമ്പോൾ അവൻ്റെ ഹൃദയം മറ്റാർക്കോ വേണ്ടി പ്രാർത്ഥനയിലേക്ക് ഉയർന്നു തുടങ്ങിയിരുന്നു. ഒരു ഞെട്ടലെന്ന പോലെ ആ കോൾ കട്ട് ചെയ്ത് കയ്യിലെ സിഗരറ്റ് വലിച്ചെറിഞ്ഞുകൊണ്ട് ബൈക്കുമായി ചീറിപ്പായുമ്പോൾ അവൻ്റെ ഹൃദയം മറ്റാർക്കോ വേണ്ടി പ്രാർത്ഥനയിലേക്ക് ഉയർന്നു തുടങ്ങിയിരുന്നു. പാതി തളർന്ന ശരീരവും മനസ്സുമായി ഭദ്ര ആൻറ്റിയുടെ ദേഹത്തോട്ട് ചാഞ്ഞിരിക്കുന്ന അമ്മയുടെ അവസ്ഥ അവൻ്റെ മനസ്സിനെ തളർത്തുമ്പോഴും അവൻ്റെ പ്രതീക്ഷ പലതരം മെഷീനുകൾക്കിടയിൽ ജീവനറ്റ ശരീരം പോലെ കിടക്കുന്ന തൻ്റെ അച്ഛൻ്റെ ഡോക്ടർ പറഞ്ഞ ബാക്കിയുള്ള 10% പ്രതീക്ഷയിലായിരുന്നു. ഞാൻ ചെന്ന് വല്ലതും വാങ്ങി വരാം. എത്ര നേരമെന്ന് വെച്ചാൽ ഒന്നും കഴിക്കാതെ അങ്കിളിനൊന്നും സംഭവിക്കില്ല. എനിക്കൊന്നും വേണ്ടടാ. അച്ഛനൊന്ന് ഇടർച്ചയോടെ മുഴവിപ്പിക്കാൻ കഴിയാതെ അവിടെ നിന്നും അവൻ എണീറ്റ് നീങ്ങി. പിന്നാലെ അഖിലും ഹോസ്പിറ്റലിന് പുറത്തോട്ടിറങ്ങി. കീശയിൽ നിന്നൊരു സിഗരറ്റ് എടുത്ത് പുകച്ചുകൊണ്ട് കുറച്ചു നേരം അവിടെ നിന്ന് അകത്തോട്ട് നടന്നതും ധൃതിപ്പെട്ട് ഓടിവരുന്ന കിഷോർ അവനെ വ്യാകുലപ്പെടുത്തി. ഡാ മോനെ, എസ് ഐ സാർ വിളിച്ചിരുന്നു. ഇത് ആ ബിർളയുടെ പണിയാണ്. അത് കേൾക്കേണ്ട താമസം അവൻ പുറത്തോട്ടേക്ക് നടന്നു. ഡാ അർജുൻ നിൽക്ക്. അവന് പിന്നാലെ അഖിലും ധൃതിയിൽ നടന്നു. അഖിൽ ബൈക്കിനടുത്ത് എത്തുമ്പോഴേക്കും അർജുൻ അവിടെ നിന്നും നീങ്ങി തുടങ്ങിയിരുന്നു. ബാറിലെ ഹൈവോളിയത്തിൽ ഒഴുകുന്ന പാട്ടിൽ ആടിത്തിമിർക്കുന്ന ആളുകൾക്കിടയിൽ നിന്നും നന്ദു നൃത്തച്ചുവടോടെ അനന്തുവിന്റെ അടുത്തോട്ട് വന്നിരുന്നു. അവന്റെ കയ്യിലെ ഗ്ലാസ് എടുത്ത് വായിലോട്ട് കമിഴ്ത്തി വീണ്ടും എണീറ്റ് നിന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി. നന്ദു ഒരുപാട് നേരമായി അങ്കിൾ ഫോണിൽ വിളിക്കുന്നു. എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിലോ നീ വിളിച്ചു നോക്ക്. എന്തത്യാവശ്യം? ഒന്ന് പോ. പറഞ്ഞു തീരും മുമ്പേ ആരുടെയോ ദേഹത്തോട്ട് വീഴാൻ പോയതും അവളുടെ ഫോൺ കയ്യിൽ നിന്ന് തെറിച്ചു. സോറി പറഞ്ഞ് നേരെ നിന്നു. നന്ദു മതി, വന്നേ പോവാം. ഡാ ഒരു പെഗ് കൂടി. ഒന്നും വേണ്ട, രണ്ടും വേണ്ട, വന്നേ. അല്ലടാ. എന്റെ പറഞ്ഞു തീരുന്നതിനിടയിൽ അവളെയും പിടിച്ചു വലിച്ചുകൊണ്ടവൻ നടന്നു. അടുത്തുള്ള വാച്ച്മാനെ തള്ളിമാറ്റി കൊട്ടാര സമാനമായ വീടിന്റെ വലിപ്പമേറിയ ഗേറ്റിൽ തള്ളി തുറന്നുകൊണ്ട് അർജുൻ അകത്തോട്ട് കടന്നതും വീടിന്റെ പല ഭാഗത്തു നിന്നും 2-3 പേർ അവനിലേക്ക് കുതിച്ചു വന്നു. തൽക്ഷണം എല്ലാത്തിനെയും നിലംപരിശാക്കിക്കൊണ്ട് അർജുൻ വീടിനകത്തേക്ക് കയറി. ബിർള. അതിവിശാലമായ ആ ഹാളിൽ അവന്റെ ശബ്ദം ഇരമ്പൽ പോലെ എല്ലാ ഭാഗത്തേക്കും പ്രതിധ്വനിച്ചു. വെൽക്കം ടു മിസ്റ്റർ അർജുൻ. കൈകളും മുകളിലോട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുകളിൽ നിന്നും അയാൾ ഇറങ്ങി വന്നു. അധോലോക നായകനായ ആദിത്യ ബിർളയുടെ സാമ്രാജ്യത്തിലേക്ക് സ്വാഗതം. പൂർത്തിയാക്കും മുമ്പേ ഒരലർച്ചയോടെ അർജുന്റെ കരങ്ങൾ അയാളുടെ കോളറിൽ പിടുത്തമിട്ടു അവനിലേക്ക് അടുപ്പിച്ചു നിർത്തി. നിന്റെ ഓച്ചാനത്തിന് നിന്ന് തരാൻ വേണ്ടിയല്ല ഈ അർജുൻ ഈ പടിയും കടന്നു വന്നത്. എൻ്റെ അച്ഛന് വല്ലതും സംഭവിച്ചാൽ നീയും നിന്റെ സാമ്രാജ്യവും ഇവിടെ പച്ചക്ക് കത്തിത്തീരും. അതൊന്ന് ഓർമ്മപ്പെടുത്താനാണ്. കൂൾ മാൻ കൂൾ. ഇതൊക്കെ സില്ലി കാര്യമല്ലേ. ഇതിനൊക്കെ ഇത്രയ്ക്ക് ഇമോഷണൽ ആവണോ? ഡാ നോ നോ, വിട്. അർജുൻ്റെ കൈ എടുത്തുമാറ്റി ഡ്രസ്സിലെ ചുളിവ് വീണ ഭാഗം തട്ടിക്കുടഞ്ഞുകൊണ്ട് അവൻ ചുറ്റും നടക്കാൻ തുടങ്ങി. നിന്റെ അപ്പൻ ആരായിരുന്നു എന്ന് നിനക്കറിയുമോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഈ കാണുന്ന ബിർള സാമ്രാജ്യത്തിലെ അടുക്കളക്കാരനായിരുന്നവൻ്റെ ഒന്നിനും കൊള്ളാത്ത ഒരു മകൻ. ഇവിടെ നിന്ന് ഞങ്ങളുടെ എച്ചിലും വാരത്തിന്ന് ഞങ്ങളെക്കാൾ മുകളിലോട്ട് കയറി നിൽക്കാൻ ഞങ്ങൾ സമ്മതിക്കുമോ? നിന്റെ തന്തയോട് പലതവണ പറഞ്ഞതാണ് ബിർളയോടുള്ള പോരാട്ടത്തിൽ നിന്ന് പിന്മാറാൻ. അതിന് സമ്മതം മൂളിയിരുന്നെങ്കിൽ പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തതും
ബിർള സംസാരം നിർത്തി കീശയിൽ നിന്ന് ഫോണെടുത്ത് അറ്റൻഡ് ചെയ്തു. ഓക്കെ, ഞാൻ ഉടനെ തന്നെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കോൾ കട്ട് ചെയ്തു. നിനക്കറിയുമോ, ബിർളയുടെ സാമ്രാജ്യത്തിലോട്ട് കയറിയ ഒരു ശത്രുവും പിന്നീട് തിരിച്ചു പോയിട്ടില്ല. അത് പറഞ്ഞുകൊണ്ട് അടുത്തുണ്ടായിരുന്ന ഇരുമ്പ് പ്രതിമയെടുത്തുകൊണ്ട് അയാൾ അർജുൻ്റെ തലയ്ക്ക് പിന്നിൽ അടിച്ചു. പെട്ടെന്നുള്ള ആക്രമണത്തിൽ ബോധമറ്റവനെ പോലെ അവൻ മലർന്നടിച്ചു വീണു. കയ്യിലെ പ്രതിമ വലിച്ചെറിഞ്ഞുകൊണ്ട് കയ്യിലേക്ക് തെറിച്ച ചോരത്തുള്ളികൾ കർച്ചീഫ് കൊണ്ട് തുടച്ചു മാറ്റി. അവനെയും എടുത്തുപൊക്കി കാറിൽ കയറ്റി അതിവേഗത്തിൽ കുതിച്ചു.